സൺഡേ ആണേ. അപ്പം ഞാൻ കോഴ്സെറ്റ് അത് ബോണിങ്സ് വെച്ചുള്ളത് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ ഞാൻ 6 മാസത്തെ കോഴ്സ് വരെ എടുക്കാം. പക്ഷെ അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല. അത് പഠിക്കണമെന്ന് സ്വന്തമായിട്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വർഷത്തെ വിഷ് ബോർഡിൽ എഴുതി വെച്ചതാട്ടോ. എഴുതിയല്ല ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതേ. ഇതിനകത്തുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്തുണ്ടത്. ഈ സാധനം ഈ കോഴ്സെറ്റിൻ്റെ അകത്ത് വെക്കുന്നതെന്ന് തന്നെ അവർ പഠിപ്പിച്ച് തന്നിട്ടില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനവിടെ പഠിക്കാൻ പോയി ഇതിനു വേണ്ടി മാത്രം കേട്ടോ. പക്ഷെ ഇത് പഠിപ്പിച്ച് തന്നില്ല. എന്നാ പഠിച്ചതെന്നൊക്കെ ചോദിച്ചില്ലേ. ഞാൻ ഇത് എന്താ പറയുക, ഇനി അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ബോണിങ്സ് എന്നാന്ന് ഞാൻ തന്നെ പഠിച്ചതാണ്. ഇതാണ് നമ്മൾ കോഴ്സെറ്റിൻ്റെ അകത്ത് വെക്കുന്ന ഒരു സാധനം. ഇതേപോലത്തെ പല പല സാധനമുണ്ട്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ബോണിങ്സ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് പോയി പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. യൂട്യൂബും ഗൂഗിളൊക്കെ വെച്ചിട്ട് ഇതകത്ത് വെച്ച് നമ്മൾ കോഴ്സെറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഫാബ്രിക്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കുറേ കോഴ്സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏകദേശം യൂട്യൂബിലൊക്കെ നോക്കി ദൈവമേ നന്നായിട്ട് വരണമെന്ന് ആഗ്രഹം, നന്നായിട്ട് സ്റ്റൈൽ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളായിരുന്നു. ഈ ഡ്രസ്സ് ഉണ്ട്, ഇത് ഞാൻ പണ്ട് അന്നം ചെയ്ത കേട്ടോ. ശരി, മാറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ വല്ല ഭാഗം ഉണ്ടെങ്കിൽ കാണിക്കാം. ഇത് ഞാൻ പാറ്റേൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് വരച്ചതാട്ടോ. ഏകദേശം എവിടെയൊക്കെയാണ് ബോർഡിങ്സ് വേണ്ടത് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ പാറ്റേണൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് സെയിം ഇതേപോലെ ഒന്നല്ല, എൻ്റെതായ രീതിയിലൊക്കെ കേട്ടോ ഞാൻ വെട്ടിയത്. പൊക്കം ഭാഗമൊക്കെ ഇങ്ങനെ വെട്ടി, താഴെ ഞാൻ നീട്ടി വെട്ടുകയൊക്കെ ചെയ്തു. എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തതാണ്. പക്ഷേ സക്സസ് ആയി. ഞാൻ സാധാരണ ബോണിങ് വെക്കാതെ കോഴ്സെറ്റ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിലൊക്കെ ഏകദേശം ചെയ്തത്. എന്നിട്ട് ബോണിങ് വെക്കുന്നത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു. അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ. ബോണിങ്സ് വെച്ച് കോഴ്സെറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും. ഇതെങ്ങനെ കയറ്റുന്ന വെച്ചാൽ ഞാൻ ഇത് കണ്ടുപിടിക്കാൻ എന്ത് പാട് വെച്ചെന്നറിയോ. ഇതുണ്ടോ, കണ്ടുപിടിച്ചു. ഞാനത് ബോണിങ്സ് കയറ്റിയേക്കോ കേട്ടോ. അതെ, ഇത് എളുപ്പമൊന്നും പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അതെ, ഇത് കയറ്റുക. അയ്യോ, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ മലയാളം ട്യൂട്ടോറിയലൊന്നും ഞാൻ മര്യാദയ്ക്കുള്ള ബോണിങ്സ് വെച്ചുള്ളത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. എൻ്റെ പിന്നെ എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ, നേരത്തെ ചെയ്യണമായിരുന്നു. ഇപ്പം കയറുന്നില്ല, ഇറക്കിയത്. നമ്മളിങ്ങനെ കയറ്റുമ്പോൾ താഴെ കുറച്ച് വിട്ടിട്ട് ഇവിടെ ബോണിങ്സ് പാടില്ല കേട്ടോ, എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ. ഒരു 1/2 ഇഞ്ച്, പക്ഷെ എൻ്റെ ഇച്ചിരി കൂടിപ്പോയി ഈ 2 സൈഡിലും. ബട്ട് ഇറ്റ്സ് ഓക്കെ. അവിടെ കുറച്ചുകൂടെ ലെങ്ത് ഉള്ളത് കട്ട് ചെയ്ത് വെച്ചാലോ. ബാക്കി ഇവിടെ പെർഫെക്റ്റ്. ബാക്കിൽ ഞാൻ വെച്ചു 2 സൈഡിലും. തയ്യ കേട്ടോ കൊടുക്കുന്നത്. ഇനി താഴെയും സൈഡൊക്കെ അടിച്ച് പെട്ടെന്ന് എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പോകും.
സെറ്റ് ഉണ്ടാക്കി കേട്ടോ. ഇതൊരു പ്രശ്നമുണ്ടായി. ഈ ബാഗിൽ ഇങ്ങനെ ഒരു ഹോളില്ലേ, അതില്ലായിരുന്നു. ഫുൾ ക്ലോസ് ആയിട്ട് ടൈ വരുമായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ കയറുന്നില്ലായിരുന്നു. എൻ്റെ സൈസൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത്, പക്ഷെ കയറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ നടുക്കൊരു കട്ട് എടുത്തിട്ട് അത് സൈഡ് അടിച്ചേക്കുവാണ്. പക്ഷെ അതൊരു വിഷയമല്ല, ബാക്കിയെല്ലാം പെർഫെക്റ്റ്. കണ്ടോ, അത് ഫിറ്റായിട്ട് നമ്മൾ വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തന്നെ പഠിച്ചു ഗൈസ്, ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു. നിങ്ങൾ ഈ കോഡ് സെറ്റിന് 10ൽ എത്ര തരും? 10 കൊടുക്കുന്നു, കാരണം ഫസ്റ്റ് ടൈം തന്നെ ഇത്രയും നന്നായിട്ട് ചെയ്തത്. ഊരാൻ തോന്നുന്നില്ല, പക്ഷെ ഊരണം. അപ്പം ഞാൻ ഇന്ന് കൊടുക്കാനുള്ള കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരാം. മറ്റേ 2-3 കൂടെ റെഡിയാണ്, പക്ഷെ അതിന് ഒരാൾ 3 ഓർഡർ ചെയ്തെങ്കിൽ അതിൽ 1 ഫിനിഷ് ആയിട്ടില്ലായിരിക്കും. പിന്നെ ഇപ്പോൾ ഷർട്ടാണെങ്കിൽ അതിന് ബട്ടൺ വെച്ചിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ഉള്ളതൊക്കെ കാണിക്കാതെ ഫുൾ ഫിനിഷ് ആയി ഇന്ന് കൊടുക്കാനുള്ളത്. പിന്നെ 2 ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇതൊന്നും 2 സൈഡിൽ പോക്കറ്റുള്ളൊരു എ-ലൈൻ ഡ്രസ്സാണ്. ഡ്രസ്സ് വീനക്ക് വന്നിട്ട് ഫുൾ സ്ലീവ് ഉള്ളൊരു ഡ്രസ്സാണ്. ടൈ വരുന്ന ടോപ്പില്ലേ, ആലിയ കട്ട്. അത് തന്നെ മെറൂൺ കളർ. ബാക്കി ഞാൻ 2 പാക്ക് ചെയ്തു. 2 ഞാൻ പാക്ക് ചെയ്തു. ഒന്ന് വയലറ്റ് ഇതേപോലത്തെ ഒരു ഡ്രസ്സും വേറൊരു ഷോർട്ട് ടോപ്പും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ കരച്ചിലാണ് ഗൈസ് കാണുന്നത്. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത തുണിയല്ല എനിക്ക് കിട്ടിയത്. അതായത് പ്രിൻ്റ് മാറിപ്പോയെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പക്ഷേ ഇല്ലേ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇത് റീസ്റ്റോക്ക് ആക്കാൻ നോക്കിയതാണ്. ഒരു 50 മീറ്റർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് ഓർഡർ തരുകയും ചെയ്തു, ബുക്ക് ചെയ്യുകയും ചെയ്തു. കാരണം ഞാനിത് ഈ ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ 5-6 പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കസ്റ്റമറിനെ കൊണ്ട് ബുക്ക് ചെയ്യിച്ചു. അപ്പോൾ അത് മാറി വന്നതിൻ്റെ വിഷമം. പക്ഷെ അത് വെച്ചാട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ എല്ലാവരോടും കുറേ എല്ലാവരും തീരുന്ന വരെ വാങ്ങിച്ചു, എന്നിട്ടാണ് ആ മെറ്റീരിയൽ വന്നത്. അപ്പോൾ ഞാൻ തീരുന്ന വരെ വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാവരോടും കുത്തിയിരുന്ന് ചോദിച്ചു, ഇത് ഓക്കെ ആണോ, പ്രിൻ്റ് വേറെ ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഓക്കെ പറഞ്ഞു, അവർക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനെല്ലാം ഇതിൽ ചെയ്ത് ഇതും ഇപ്പോൾ തീർന്നു കേട്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്കായി 2. പക്ഷേ 2 പേര് മാത്രം റീഫണ്ട് ഞാൻ കൊടുത്തു കേട്ടോ. 2 പേർക്ക് സെയിം തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ അന്ന് അത് വെച്ച് ചെയ്തതൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ളത് ഞാൻ കാണിക്കണം കേട്ടോ. പിന്നെ ഇതും ആ മെറ്റീരിയൽ ബൾക്കായിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആയ. ഈ ബൾക്കായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കട്ടറില്ല, അതിൽ ഒരു 5 ലെയറൊക്കെ സ്മൂത്തായിട്ട് കട്ടാവും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഒരു 5 പീസായിരിക്കും, 5 സെയിം ടോപ്പായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ആദ്യമേ എല്ലാത്തിൻ്റെയും ഒരു ടോപ്പിൻ്റെ എല്ലാം കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ പുറമേ വെച്ച് സെയിം സൈസ് 5 കട്ട് ചെയ്യും. എന്നിട്ട് അത് യോക്കിൻ്റെ പോർഷനെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നെക്കും ആം ഹോളും എല്ലാം കൂടെ കട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ സ്ലീവ് എല്ലാം ഒരുമിച്ച് ഒരു സൈസിലങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ ആം ഹോളിൻ്റെ ഭാഗമില്ലേ, അതെല്ലാം 5ൻ്റെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കിട്ടിയേക്കുന്ന ബാക്കിൽ ടൈയുള്ള ടോപ്പിൻ്റെ ആട്ടോ ഒരു 15 ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ നെക്കിൽ കോളറുള്ള ഒരു മോഡൽ കുർത്തി സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് 1 ഹിറ്റ് ആയിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ട് ആർക്കും അങ്ങ് ബോധിച്ചില്ല. അപ്പം ഞാൻ ഇതിൽ മോഡൽ എടുത്തിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി.
അപ്പോൾ ഇത് വെച്ച് കുർത്തി ചെയ്യുക. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ സമയം കിട്ടുന്ന പോലെ ചെയ്തിട്ടിടാം കേട്ടോ. അത് പിന്നെ ഞാൻ രാത്രിയിലാണ് കുർത്തിക്ക് വേണ്ടത് കട്ട് ചെയ്ത്. അപ്പോൾ രാവിലെ എണീറ്റ് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഇതും ഒരു ബൾക്ക് ഓർഡറിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെക്കുക. ഇതൊരു 10 പീസുണ്ട്, 15 പീസുണ്ട്. ഇപ്പം ഞാനൊരു 5 പീസാണ്, സെയിം സൈസ് S 5 പീസുണ്ട്, സ്മോൾ സൈസ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന കേട്ടോ. ഇതും റീസ്റ്റോക്ക് ചെയ്ത ഫാബ്രിക്കാണ് കേട്ടോ. ഇത് 100-ലധികം മീറ്റർ സെല്ലായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് വീണ്ടും ഒരു 20 മീറ്റർ കണ്ടാൽ ഞാൻ വാങ്ങിച്ചു, 26 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ഈ കട്ട് ചെയ്യുന്നത്. ഏത് മോഡലാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് സൈഡിലൊരു പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലീവിൻ്റെ പോർഷനാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് 5 എണ്ണം വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മെഷീനിൽ നല്ല പൊടി എപ്പോഴും വരും. അപ്പം തുടച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പോകാം കേട്ടോ. മറ്റേ കുർത്തിയില്ലേ അത്. അപ്പം അതിൻ്റെ ട്യൂട്ടോറിയലും എടുക്കുന്നുണ്ട്. അപ്പം നൂലൊക്കെ കോർക്കണം. ഇത് കോളർ നെക്കിൻ്റെ പോർഷനാണ് കേട്ടോ. ആദ്യമേ ഞാനൊരു വി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഫിനിഷ് ചെയ്തിട്ട് വേണം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കോളർ അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു വ്ലോഗിലും കൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവേ. മറ്റേതെങ്ങാനും അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഞാൻ കണ്ടോ അങ്ങനെ ചെയ്തിട്ട് ആ കോളറും പിടിപ്പിച്ചപ്പോൾ ഇതിങ്ങനെ നെക്ക് കിട്ടി. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ നെക്ക് ചെയ്യുന്നത്. യൂട്യൂബിലൊന്നും നോക്കിയിട്ടില്ല, സ്വന്തം ഐഡിയ വെച്ച് ചെയ്താൽ കേട്ടോ. സക്സസ് ആയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഇത് വന്നിട്ടൊരു ബൾക്ക് ഓർഡറിൻ്റെ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എല്ലാം കറക്റ്റ് സൈസ് ഉണ്ടോ കറക്റ്റ് എണ്ണം ഉണ്ടോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഏതാ സൈസ്, കറക്റ്റ് എണ്ണം ഉണ്ടോ ഇങ്ങനെയൊക്കെ നോക്കുക. ഇത് അടുത്ത ദിവസം ഡിസ്പാച്ച് ചെയ്യേണ്ടത്. അപ്പം എല്ലാം ഉണ്ടോയെന്ന്. അതിൻ്റെ വേറെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കവറിലിട്ട് വെക്കുക. എനിക്ക് പിന്നെ ഒരു ലോങ് ഡ്രസ്സ് ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു മോഡലാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ സെയിം മെറ്റീരിയലൊക്കെ തന്നെ കിട്ടി. ജോർജറ്റിൽ ഈ വർക്ക് വരുന്നതായിട്ടോ കിട്ടി. ഞാൻ ഇങ്ങനത്തെ വർക്ക് സാധാരണ എടുക്കാറില്ല, ഇപ്പോഴാണ് ഇങ്ങനെ എടുക്കുന്നത്. മുത്തൊക്കെ പറിച്ച് കളയണ്ടേ, നല്ല പണിയായതുകൊണ്ട് ഞാൻ എടുക്കാറില്ലാത്ത. നല്ല എടുത്തേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നു. പക്ഷേ ആ പിക്കിലുള്ളത് ഫിഷ് കട്ട് പോലത്തെ എന്തോ മോഡലായിരുന്നു ആ ഡ്രസ്സിൽ. പക്ഷേ ഇയാൾക്ക് അംബർല സ്കേർട്ട് പോലത്തെ അംബർല കട്ട് അനാർക്കലി മോഡൽ ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്കായിരുന്നു വേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ മാത്രം മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൊത്തം ബീഡ്സ് മുഴുവൻ കട്ട് ചെയ്ത് നിലത്ത് മൊത്തമായിട്ട് എനിക്കിപ്പോഴും ഈ റൂമിൽ കാല് കുത്തി കയറും കേട്ടോ. അത് ഞാൻ ചെരുപ്പില്ലാതെ ഇതിലേ നടക്കുന്ന റൂമിൽ. അപ്പോൾ എൻ്റെ കാലിൽ കുത്തും. അത് എത്ര അടിച്ച് വാരിയിട്ടും പോണില്ല. എന്ത് സ്റ്റിച്ച് ചെയ്താലും അത് എടുത്ത് മാറ്റണമല്ലോ. ഇത് പിന്നെ ശീലമില്ലാത്തതുകൊണ്ട് സൂചി ഒടിയും ചെയ്തു. പക്ഷേ അടിപൊളിയായിരുന്നു. ഫൈനൽ റിസൾട്ട് കാണാൻ അടിപൊളിയാണ്. സാധാരണ ഞാനിതൊക്കെ ഭയങ്കര ടെൻഷനായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കൂളായിട്ട് ചെയ്ത് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
ഞാൻ അയച്ചിട്ടുണ്ട്, എനിക്ക് റിവ്യൂ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ലൈനിങ്ങിലാണ് മെയിൻ പാറ്റേൺ കട്ട് ചെയ്തത്. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിലോട്ട് വെച്ചു. അതാകുമ്പോൾ കറക്റ്റ് ഇതിനെന്തോ 1000 എബോവ് ആണ് മീറ്ററിന് പ്രൈസ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഒന്നും പോകാതെ ചെയ്യാൻ വേണ്ടി ഞാൻ ലൈനിങ്ങിൽ കറക്റ്റ് പാറ്റേൺ കട്ട് ചെയ്തിട്ട് അത് പൊക്കത്തോട്ട് വെച്ചു. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നിട്ട് സ്ക്വയർ നെക്കാണ്, കറക്റ്റ് സ്ക്വയർ അല്ല, ഒരു പ്രത്യേക ഷേപ്പാണ്. ആ പിക്കിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതാകുമ്പോൾ അതിൻ്റെ എൻ്റെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഇത്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് അത്ര ഭംഗി മനസ്സിലാവില്ല ഇതിൻ്റെ. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. പിക്ക് അയക്കുവാണെങ്കിൽ ഞാൻ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേർന്ന നിലത്തും മുഴുവൻ കടുകുമണി പോലെ മുത്ത് കിടക്കുക. അടിച്ചു വാരി കുറേ കളഞ്ഞെന്നാലും ഇപ്പോഴും ഉണ്ട്. നന്നായിട്ടൊന്ന് ഡീപ് ക്ലീൻ ചെയ്യണം. ഇതെല്ലാം അടിച്ചു വാരി ഇട്ടായിരുന്നു. എന്നാലും ഈ ടോപ്പ് ഏതാണെന്ന് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഈ കാണിച്ചേക്കുന്ന ബ്ലൂ ഇല്ലേ, ആ ടോപ്പ് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ അത് വിജയമായി കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഓർഡർ വന്നു, വേറെ കളർ ഓർഡർ വന്നു. അപ്പോൾ ഇത് 2, 3, 4 എണ്ണം പോയിട്ടുണ്ട്. ഈ കളർ ബ്ലൂവും പോയിട്ടുണ്ട് 5-6 എണ്ണം. അപ്പോൾ അതൊരു സക്സസ് ആയി. അപ്പോൾ അതിൻ്റെ സന്തോഷം. അപ്പോൾ ഇതും അതേപോലെ ഗമ്മൊക്കെ എടുത്ത് ഒട്ടിക്കുക കേട്ടോ. ഇന്ന് തന്നെ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഗ്ലൂ ഗണ്ണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതിൽ അതിൻ്റെ പശ മുഴുവൻ തീർന്നു പോയി. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ളൊരു സ്റ്റോറിൽ നിന്ന് കേട്ടോ അതിൻ്റെ ഈ പശ ബാക്കിലിങ്ങനെ തള്ളിയിരിക്കുന്ന ആ സാധനത്തിൽ അത് വാങ്ങിയത്. ഒരെണ്ണത്തിന് എന്തോ 10 രൂപയായിരുന്നു. ഈ ഞാൻ കയറ്റിയിട്ട് എന്നാന്ന് വെച്ചാൽ ആളുടെ കസ്റ്റമറിൻ്റെ നെയിമും സൈസൊക്കെ ഉള്ള ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഇങ്ങനെ റൗണ്ടായിട്ട് കെട്ടി വെക്കുന്ന കേട്ടോ. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ മാറിപ്പോവാതിരിക്കാൻ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അടുത്തതും അതേപോലെ ഞാൻ ലേസ് വാങ്ങിച്ചിട്ട് അത് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എംബ്രോയിഡറി ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് അതിനുള്ള സമയമില്ല. ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഈ ഒരു ലേസിന് 1 മീറ്ററിന് 20 രൂപ. വേറെയും കളറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വൈറ്റാണ് എനിക്ക് ഇഷ്ടമായത്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ ഞാൻ എല്ലാം കൂടെ അയൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു എന്താ പറയുക, ഒരു തുണിയുടെ അകത്ത് സ്പോഞ്ചൊക്കെ വെച്ച് അയൺ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ അയൺ ചെയ്യുന്നത്. ഈ ഒരു ടോപ്പുണ്ട്. ഈ ഒരു ടോപ്പും ഞാൻ പറഞ്ഞില്ലേ പ്രിൻ്റ് മാറിപ്പോയി വന്നെന്ന്. അപ്പം അത് തന്നെ കേട്ടോ ഇത്. ഇതിന് ഷോൾഡറിൽ ബോ വരുന്നതാണ്, ടൈ വരുന്നത് അല്ലല്ലോ, അതല്ല, ഇത് ബാക്കിൽ ടൈ വരുന്ന ടോപ്പാട്ടോ. അപ്പോൾ ടൈയും എല്ലാം അയൺ ചെയ്ത് പിന്നെ ഈ ഒരു ടോപ്പ് അങ്ങനെ എല്ലാം അയൺ ചെയ്ത് പാക്ക് ചെയ്യാം കേട്ടോ.
പിന്നെ എല്ലാം അയൺ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇതെടുത്ത് തിരിച്ച് മടക്കി താഴത്തോട്ട് വെക്കുക കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് ടോപ്പിന് ബാക്കിലെ ടൈല് അത് കയറ്റി പിന്നെ വെച്ചിട്ട് ഞാൻ കയറ്റുന്നത്. അപ്പം അങ്ങനെയും കൂടെ കയറ്റിയിട്ട് വേണം അത് പായ്ക്കാൻ. അപ്പം അത് ചെയ്യാൻ പോകട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം കൊടുത്ത കുറച്ച് ഡ്രസ്സാട്ടോ. ഇത് ഇതെങ്ങനെയാണ്, ഇതൊരു കോളർ നെക്ക്, ബാക്കിൽ ബട്ടൺ വന്നിട്ട് ഹോൾ വന്നിട്ട് സ്ലീവ്ലെസ് ആയിട്ട് സ്ലിറ്റഡ് കുർത്തി ആട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൊരു പോക്കറ്റൊക്കെ വരുന്നുണ്ട്, ലൈനിങ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പും പിന്നെ ഒരു സാധാ ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു പെപ്ലം ടോപ്പും. പിന്നെ ഇത് എൻ്റെ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പും പിന്നെ ഈ പെപ്ലം ടോപ്പും പിന്നെ ഈ മറ്റേ ഞാൻ കുർത്തി തയ്ച്ചില്ലേ അതിൻ്റെ ഡ്രസ്സ് ആ ടോപ്പും പിന്നെ ഈ ഒരു ടോപ്പും കൂടെ തയ്ക്കാം.